ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? പുളിശ്ശേരി ഇപ്പോൾ ആർക്കും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തല്ലേ, പക്ഷേ ഇതൊരല്പം വ്യത്യസ്തമായ പുളിശ്ശേരിയാണ്. എന്താന്നല്ലേ, ഇതാണ് പുളിശ്ശേരി പൊടിയിൽ നിന്നും ഉണ്ടാക്കിയ പുളിശ്ശേരിയാണ്. പുളിശ്ശേരി പൊടിയോ അതെന്താന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ? അധികം ആരും കേട്ട് കാണാൻ വഴിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ പുളിശ്ശേരി പൊടി ഉണ്ടാക്കും. അതിനായിട്ട് ആദ്യം വേണ്ടത് തൈര്. 4 കവർ പാല് തൈരാക്കി എടുത്ത് അത് മിക്സിയിലിട്ട് ഉടച്ചെടുത്താണ് കേട്ടോ. 4 കവറിൻ്റെ തൈരാണ്. പിന്നെ മുളക് പൊടി 4 ടേബിൾ സ്പൂൺ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ. അത്രയും മതി, ഒരുപാട് വേണ്ട. പിന്നെ കടുക് വറക്കാൻ കുറച്ച് ഒരു പിഞ്ച് കടുകും 2-3 ചുമന്ന മുളകും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പുളിശ്ശേരി പൊടി ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നല്ല ക്ഷമയും വേണം കേട്ടോ. ആദ്യം ഒരു നല്ല ചുവട് കട്ടിയുള്ള കുറച്ച് പൊക്കമുള്ളൊരു പാത്രം എടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ കടുക് ആദ്യം പൊട്ടിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ മുളകിടുകയാണ്, ചുവന്ന മുളകിടുകയാണ്. അത് നന്നായിട്ട് ഇളക്കുക. ഞാൻ നേരത്തെ ഒരു സാധനം കാണിക്കാൻ മറന്നു പോയിട്ട്, ജീരകപ്പൊടി പുളിശ്ശേരിക്ക് ഇടുമല്ലോ. അപ്പോൾ ജീരകം കൂടെ വേണം, ജീരകത്തിൻ്റെ പൊടിയും കൂടെ വേണം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് മോരല്ല തൈര് തന്നെ ഒന്ന് ഉടച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം അതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ആ തൈരൊന്ന് നല്ല കട്ട തൈര് ആണിത്, അതായത് 2 ലിറ്ററാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇടാം. തിളയ്ക്കൊന്നുണ്ട്, അപ്പം തന്നെ നമ്മളിത് ഒഴിച്ച ഉടനെ നമുക്ക് പൊടികളൊക്കെ ഇടാം. ജീരകം, മുളക് പൊടി. ഇപ്പോൾ എരിവ് കുറവ് വേണ്ടവർക്ക് എരിവ് കുറച്ചിടാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി. നമ്മൾ ഇനി ഇതൊന്ന് ഇളക്കുക, നന്നായിട്ട് ഇളക്കുക. ഇതൊന്ന് വറ്റി നല്ല കുറുകി വേവുന്നതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് നമുക്കിതുണ്ടാക്കാൻ ക്ഷമയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോകുന്നവർക്ക് നമുക്കിത്, ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ നമുക്കിത് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്തു വിടാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ, കുറച്ച് കുറുകി വരുന്നുണ്ട്. ഉപ്പ് ഞാൻ ആദ്യം ചേർക്കരുതെന്ന് പറയണത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ശരിക്കും നമ്മൾ അവസാനമല്ലേ ഉപ്പ് ചേർക്കുള്ളൂ, ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകില്ലേ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി വീണ്ടും നമ്മൾ ഇളക്കുകയാണ്. ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ കഠിന അധ്വാനം വേണം. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കരുതല്ലോ, അതുകൊണ്ട് നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയണേ. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ പാകമായി. അത് കുറുകി ഈ അളവ് വരെ നമ്മൾ ഇങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കുക. ആയിട്ടില്ല കേട്ടോ, ഇനിയും നമ്മളിത് ഇതാവണം. നമ്മൾ അതിനുശേഷം അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളം വറ്റി കഴിയുമ്പോൾ അതിൽ നിന്ന് എടുത്ത് നമ്മൾ വെയിലത്ത് ഒരു ദിവസം വെക്കുക. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടെ പോവും. ഇനി നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് കേടുകൂടാതെ ഇരിക്കും. പണ്ട് ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പം പുറത്ത് തന്നെ വെച്ചാൽ 1-2 മാസമൊക്കെ ഇതിരുന്നുള്ളൂ. ഇനി ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ കുറച്ചാളും കൂടി ഇരുന്നോളും. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മുറി തേങ്ങ നന്നായിട്ട് വെള്ളവും ചേർത്ത് ഇതുപോലെ അരച്ച്, ഇതെങ്ങനെയാണ് പുളിശ്ശേരി ആക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. പുളിശ്ശേരിപ്പൊടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പം ഗൾഫിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തേങ്ങ പൊടി കിട്ടുമല്ലോ, ആ പൊടി കലക്കിയിട്ട്
ഇതിലേക്ക് ഈ പുളിശ്ശേരിപ്പൊടി ചേർത്താലും മതി. അപ്പം നമുക്ക് ഈ രൂപത്തിൽ അത് കിട്ടും. ഇനിയിപ്പോൾ എന്താ വേണ്ടത്, ഒരു പാത്രത്തിൽ ഇത് തിളപ്പിച്ചെടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി കടുകും മുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇത് തിളച്ച് വരേണ്ട ആവശ്യമുള്ളൂ. തിളച്ച് വരുന്നതെന്ന് ഭയങ്കരമായിട്ട് തിളക്കരുത്, ഒന്ന് പതയാനേ പാടുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ പുളിശ്ശേരി റെഡിയാവും. അപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും ഒക്കെ നമുക്കിത് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വെക്കാൻ സമയമില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. തേങ്ങ പൊടിയൊക്കെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ കിട്ടും. അത് എഴുതുന്ന ഒന്ന് മിക്സ് ചെയ്യുക, തിളപ്പിച്ചെടുക്കുക, നമ്മുടെ പുളിശ്ശേരി റെഡി അല്ലേ. ഒരു ദിവസം സമയം ഉണ്ടാക്കി നിങ്ങളിത് ഉണ്ടാക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. ഈ റെസിപ്പി എന്തായാലും ആർക്കും അറിയണ്ടാവില്ലായിരിക്കും അല്ലേ. ഇവിടെ ഞാൻ ഹസ്ബൻഡ് അമ്മയുടെ നിന്ന് പഠിച്ചാണ്, അമ്മയുടെ നിന്ന് പഠിച്ചാണ്. ഇങ്ങനെ പാരമ്പര്യമായി ഞങ്ങൾക്ക് കിട്ടിയ ഒരു അറിവാണ് ഈ പുളിശ്ശേരിപ്പൊടി എന്നുള്ളത്. ഹസ്ബൻഡ് ഗൾഫിലായിരുന്നപ്പം കൊടുത്തയക്കാറുണ്ടായിരുന്നു. ഇത് പതിഞ്ഞ് പൊങ്ങുന്ന ഈ ഒരു പരുവാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. നമ്മുടെ പുളിശ്ശേരി പൊടി കൊണ്ടുള്ള പുളിശ്ശേരി റെഡി ആയിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് പുളിശ്ശേരി. നല്ല കളറൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റാണ്. ഒരുപാട് പുളിയൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ തേങ്ങ ചേർത്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ക്ഷമയോടുകൂടി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, ഞാൻ ഉറപ്പ് പറയണു. ഓക്കെ, അപ്പം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടാൻ മറക്കല്ലേ.